നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ, ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രഷർ എങ്ങനെ ബ്രോ ഹാൻഡിൽ ചെയ്യുന്നത്? നല്ല ചോദ്യമാണ് അല്ലേ? ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമുക്കൊന്നും ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് സിനിമയ്ക്ക് എത്താൻ വൈകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ പ്രഷർ ഷൂട്ട് ചെയ്ത് നമ്മൾ പണ്ടാരം തുടങ്ങും. അപ്പൊ ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൗഡിന് മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഗട്സ് വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഇത്രയും പ്രഷർ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒന്ന് നമ്മള് കൊള്ളാമെന്നുള്ളൊരു ചിന്ത വേണം. ഉള്ള പറയല്ല, നമ്മൾ ഇത്രയും വർഷം പാടുപെട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിക്കറ്റും സ്കില്ലും ടാലൻറ്റും എന്നിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ കളിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതിന് പറ്റിയ ഒരാളാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്സൈഡ് നോയ്സിനെ കട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഒന്ന് ഡൗട്ട് ചെയ്താൽ ഈ പ്രഷർ എന്ന് പറഞ്ഞ സാധനം തലയിൽ കയറി എല്ലാം കുളമാവും. അപ്പോൾ ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കൺട്രോളിൽ നിർത്താൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ആ കാര്യം ഉണ്ടെങ്കിൽ ബാക്കി ഒരു 10% കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ റിസൾട്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ആ റിസൾട്ട് എന്താവെന്ന് ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അടിക്കണം. ഇത് ജയിക്കോ, ഇത് 6 പോവോ, ഇവൻ യോർക്കർ എറിയോ, അതോ ധോനി പോയി 6 അടിച്ച് കളി ജയിപ്പിക്കോ, ആ ഒരു സംഭവമുണ്ട്. നമ്മൾ ചെന്നൈ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഓവർ 24 വേണം, 20 റൺ വേണം. അപ്പോൾ സന്ദീപ് ശർമ്മ എറിയുന്നുണ്ട്, ധോനി ഭായ് സ്ട്രൈക്കിലുണ്ട്, ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ 20 റൺ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ജയിക്കാം, അടിക്കാം, ഞാൻ ഫീൽഡിങ് ജയിക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ ടീമിലായി പോയി, അതിർത്തി മാറി കയറിയ എനിക്ക് ടീമിലേക്ക് വന്നു നമ്മള് ജയിക്കുമെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ ബാറ്റ് ചെയ്യുന്ന ആള് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോനി ആയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ സൈഡ് ആവാന്നുള്ളൊരു ചിന്തയും വരും. അപ്പൊ ഞാൻ ഓരോ ബോളും ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ സന്ദീപ് ശർമ്മ എന്റെ ടീമിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഡെത്ത് ബോൾ എറിയുന്ന ആളാണ്. അവൻ എറിഞ്ഞോളും പറഞ്ഞ ഫസ്റ്റ് ബോൾ വൈഡ്, പ്രഷറിലാണെന്ന് തോന്നുന്നു ചെറുക്കൻ. അപ്പൊ നമുക്ക് ഇതൊക്കെ തോന്നും. അപ്പൊ ഈ തോന്നലൊക്കെ ഉണ്ടാവുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം. തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ബോളറിന്റെ അടുത്ത് പോയി പറയാൻ എളുപ്പമാണ്. എടാ അങ്ങനെ എന്തിനാ എറി, നീ ഇങ്ങനെ എറി, നീ ഓക്കെ ആണല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്നെ അവൻ ഇല്ലാത്ത ഓക്കെ ഇല്ലാതെ വരും. ഇങ്ങനെ പ്രഷറിൽ നിക്കണ ചെറുക്കന്റെ അടുത്ത് പോയിട്ട് നീ ഓക്കെ ആണോ, നീ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ അവൻ ഇല്ലാതെ തീർന്നു പോകും. ഇത് കാരണം ഇത് ഇവിടെ ഞാൻ എത്തിയത് കുറെ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുള്ളോണ്ടാണ്. ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴേ അവൻ അപ്പൊ തന്നെ തീർന്നു പോകും. അപ്പൊ ഞാൻ ഫസ്റ്റ് വൈഡ് കണ്ട് പ്രഷർ കാണും, ഓട്ടോമാറ്റിക്കായിട്ട് ധോനി ബാറ്റ് ചെയ്യില്ലേ. രണ്ടാമത്തെ ബോൾ എറിഞ്ഞ് 6 പോയി. ഓക്കെ, മൂന്നാമത്തെ ബോൾ എറിഞ്ഞ് അതും 6 പോയി. എന്റെ